ഹായ് ഫ്രണ്ട്സ്, ദീപാസ് ഡൽഹി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ ഞാനിന്ന് ഉണ്ടാക്കാൻ വന്നത് മസൂർ പരിപ്പാണ്. അതിനായി ഞാനൊരു കട്ടോരി മുഴുവനായിട്ട് മസൂർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി 2-3 തവണ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തക്കാളി കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പിന് വേവാൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ ഞാനിവിടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് വറവിടാനായി 2 ഉള്ളിയും 5-8 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയാണ്. ഉള്ളി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഉള്ളിയും പച്ചമുളകും ചെറിയ രീതിയിൽ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ദാള് വറവിടാം. അതിനായിട്ട് ഇതുപോലൊരു ചീഞ്ചട്ടി ഗ്യാസ് കൊളുത്തി വെക്കുക. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ജീരകവും പൊട്ടിക്കാവുന്നതാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി ചേർത്തോട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി നല്ലതുപോലെ വഴറ്റി വരാനായിട്ട് ഉപ്പ് ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി യോജിപ്പിക്കുക. എന്നതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറി വരട്ടെ. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ച കാരണം തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഞാൻ ആദ്യം തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തു. കുക്കറിൽ നിന്ന് എടുത്തിട്ട് തക്കാളി ഓൾറെഡി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൽ കൂടെ ഇട്ട് ഒന്നുകൂടെ അതിന് ശേഷം നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്ക് പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരാനായിട്ട് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് കറി നല്ലതുപോലെ തന്നെ തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം കുറവാണെങ്കിൽ ഇടാം. വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് തരാനും അതുപോലെ ഒരു ഹൈപ്പ് കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ.